ഇതെന്താ ഇങ്ങനെ? എങ്ങനെ? അല്ല, എന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അതെന്നാണ് ഞാനും ചോദിക്കുന്നത്. സ്റ്റഡി സ്റ്റഡി എന്ന് 100 വട്ടം പറഞ്ഞല്ലേ. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും കൊച്ചു കുട്ടികളുമൊത്തുള്ള രസകരമായ ചില നിമിഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ അങ്കണവാടി ടീച്ചർ ഒന്നും പഠിപ്പിക്കുന്നില്ല എന്ന് പരാതി പറയുന്ന ഒരു കുഞ്ഞു മോളെ പരിചയപ്പെടാം. മോക്ക് പെണ്ണിനോട്ട് നാളെ വരൂന്നറ എന്താ പറഞ്ഞ ടീച്ചറ്? എന്നാൽ ഇവിടെ ഒരാളിതാ അങ്കണവാടിയിലേക്ക് പോകാതിരിക്കാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുകയാണ്. അങ്കൻവാടി പോകുന്നതിന് കാരണം ഇന്ന് പോകത്തിന്റെ കാണുന്നില്ലല്ലോ, ഒന്നും പനിയുടെ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. എങ്ങനെ ടീച്ചർ ഇതെല്ലാം കാണുന്നുണ്ടേ. ഇനി അങ്കണവാടിയിലേക്കും നഴ്സറിയിലേക്കും ഒക്കെ പോക്ക് തുടങ്ങിയാൽ ഇതല്ലേ അവസ്ഥ. റെഡ് ലൈനിൽ താഴെ പോലെ തോന്നിയ രീതിക്ക് എഴുതിക്കോ. ഈ ലൈനിൽ താഴെ പോയിട്ട് കിട്ടേണ്ടി വരും. പലപ്പോഴും കുട്ടികളെല്ലാം പഠിക്കുന്നവരായിരിക്കും, എന്നാൽ കൂടെ ഇരിക്കുന്നവർ അവരെ അങ്ങ് കൺഫ്യൂഷൻ ആക്കി കളയും. ബി വണ്ണിട്ടിട്ട് മേളിയും തുടങ്ങി ശ്രദ്ധിച്ചെഴുത്. ഇവിടെ മുട്ടിക്ക് മുട്ടിക്കണം. മുട്ടിക്ക് മുട്ടിക്ക് മുട്ടിക്ക്. എന്നിട്ട് ഇതുവരെ മുട്ടുന്നില്ലല്ലോ. മുട്ടുന്നില്ലല്ലോ. മുട്ടാൻ പറ്റണം. ടീച്ചർ പഠിപ്പിച്ചു തന്നില്ലേ എങ്ങനാ മുട്ടുന്നേന്ന്? പെട്ടെന്ന് എഴുതിയേ. ഇതെന്തോ എഴുതുന്നേ? ഈ ബിക്ക് ഇത്ര നീളം എന്താ? നീളം ഇല്ലേ? മക്കള് സങ്കടപ്പെടണ്ട, മക്കളെ എഴുത്. നല്ല വാവയായിട്ട് എഴുതിയേ. എങ്ങനെയാ ബി എഴുതുന്ന? വണ്ണിട്ട് വണ്ണെഴുതിയേ. വണ്ണെഴുതാ അറിയാലോ. ഇനി എവിടാ തുടങ്ങുന്നേ? ബി എഴുതുന്ന എവിടാ തുടങ്ങുന്നേ? മിസ് എത്ര വട്ടം പറഞ്ഞു തന്നായിരുന്നു കുഞ്ഞിനെ എഴുതാൻ? എന്നാൽ ഇവിടെ ഒരാൾ കരയുന്നത് മറ്റു ചില കാരണങ്ങൾ കൊണ്ടാണ്. എന്നാൽ മുടി വെട്ടുമ്പോൾ എങ്ങനെ അച്ചടക്കത്തോടു കൂടി ഇരിക്കണം എന്നതിലാണ് ഇവൾ മാതൃകയാകുന്നത്. കുതിര ഒന്ന് പാടൂ. ഇനി വിദേശത്തും നമ്മുടെ നാട്ടിലും കുട്ടികളെ മരുന്ന് കുടിപ്പിക്കുന്ന രീതിയിലുള്ള മാറ്റം ഒന്ന് കാണാം. എന്നാൽ നമ്മുടെ നാട്ടിലെ കുട്ടികളോട് ഇക്കളിയൊന്നും നടക്കില്ല എന്നതാണ് സത്യം.
കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു നൽകുകയാണെങ്കിൽ അതിൽ നിന്ന് പിന്നെ അച്ഛന് ചോദിക്കാൻ വന്നേക്കരുത്. ദേ ഇവിടെയും ഇത് തന്നെ. നിരന്തരമായി ചോദിച്ചപ്പോൾ അവന് വന്ന ആ ദേഷ്യം ഒന്ന് കാണാം. ഒരു പൊട്ട് പാക്കാടുന്ന ഒരു പൊട്ട് മാമല്ല എച്ചി ആ ആ ആ കാട്ട് പക്ക് കാട്ട് പഠിച്ച ഏലല്ലേ ഇപ്പൊ കാറിൽ കൊണ്ടുപോവാ കാറോ പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. ഇനി ഒരു ഒളിച്ചു കളിയാണ് കാണിക്കുന്നത്. കുഞ്ഞു പെങ്ങളെ കണ്ടെത്താനായി ചേട്ടൻ പുറത്തെടുത്ത ആ വിദ്യ ഒന്ന് കാണുക. ജോണി ജോണി ദേ ഇവിടെയും ആള് മിസ്സിംഗ് ആണ്. കാണാനില്ല. ആര് പറഞ്ഞു? ഞാനാ നിങ്ങടെ ചുണ്ടുമെങ്ങനെ മുറിയിക്കണ് ഇത് തേച്ചിക്കണല്ലേ? എന്താ ചുണ്ടുമ്പോ തേച്ചിക്കണ്? ഇപ്പിക്കോ മറ്റേതോ? എന്താ തേച്ചിക്കണ ചുണ്ടുമ്പോ? ഒരു ചോര കളർ എന്താണ്? ഇതെന്താ സാധനം? ഇതെന്താ ചുണ്ടുമ്പോ തേച്ചിക്കണ്? ഇതെന്തത്? എന്താണ് എങ്ങനെ തേച്ചോട്ടെ? ഇതെന്താ? ഇതിന്റെ പേരെന്താ? തേക്ക് കണക്കറിയില്ല ഇതിന്റെ പേര്. ലിപ്സ്റ്റിക് അല്ലേ? അതൊക്കെ തേക്കാറായിക്കണ മേക്കപ്പ് ചെയ്ത് എങ്ങട്ടെ? അന്തിപ്പാർക്ക് മേക്കപ്പ് ചെയ്തിട്ട് എങ്ങട്ടാ? കണക്കറിയില്ലെങ്കിൽ തൊപ്പിയൊക്കെ ഊതി വെക്ക്. ഇങ്ങോട്ട് കടന്നുറങ്ങാൻ നോക്ക്. ലിപ്സ്റ്റിക് ഇടാൻ വന്നിക്ക അവള് രാത്രി. കൂടെ കളിക്കാൻ 3 കൂട്ടുകാരികളെ കൂടി കിട്ടിയ സന്തോഷത്തിലാണിവൾ. കുഞ്ഞു ബേബിയെ എന്ത് വേണമെങ്കിലും വിളിക്കാം. എന്നാൽ അപ്പച്ചിയുടെ പൊന്നെ എന്ന് മാത്രം വിളിക്കരുത്. മുത്തേ, പൊന്നേ, മുത്തുമണിയേ, മുത്തുമണിയേ, അപ്പച്ചിയുടെ പൊന്നേ. അപ്പച്ചിയുടെ പൊന്നേ, അപ്പച്ചി അമ്മേ. വേണ്ട, ചവിട്ടണ്ട. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണീ കെ ജോസ്.
ഇന്നത്തെ വീഡിയോയിൽ ഏതാണ് നിങ്ങളെ കൂടുതൽ ചിരിപ്പിച്ചതെന്ന് താഴെ പറയുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.